ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റേഴ്സ് ടെക് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല. അപ്പം നമ്മളെ എംഫോടെക്കിലെ ജിയോ ജോസഫ് നമുക്കൊരു ചലഞ്ച് തന്നിരിക്കുന്നു. എല്ലാ യൂട്യൂബേഴ്സിനും ഒരു ചലഞ്ച് തന്നിരിക്കുന്നു. അതായത് നമ്മൾ റോക്കറ്റ്, അതായത് വിനാഗിരി കൊണ്ട് ഒരു റോക്കറ്റ് ഉണ്ടാക്കുക. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ചലഞ്ച്. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾ ഉണ്ടാക്കി അത് ഒരുവിധമൊക്കെ സക്സസ് ആയി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ ഈ ഇടയായിട്ട് കുറച്ച് വീഡിയോ ഒക്കെ കുറവായിരുന്നു. അത് മഴയും ഇത് കാരണം കൊണ്ടാണ്. പിന്നെ ക്ലാസ്സുകളിലുകൊണ്ട് കുറച്ച് ഡിലേ ആയിട്ട് എനിക്ക് വീഡിയോ വരാൻ സാധ്യത. അപ്പോൾ ഞങ്ങൾ മാക്സിമം നന്നായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായി ഒരു കുപ്പി എടുക്കാം. അതിനുശേഷം ഒരു ഇൻസുലേഷൻ ടാപ്പ് എടുത്ത് റൗണ്ടിൽ ഒട്ടിക്കണം. അതിനുശേഷം ഇതുപോലെ 3 പെൻസിലെടുത്ത് മൂന്ന് സൈഡിലായി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് 3 പെൻസിലും ഇതിൽ നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 3 സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കുത്തനെ നിർത്താനാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് വിനാഗിരിയാണ്. വിനാഗിരി ഈ ബോട്ടിലിൽ ഒരു 1/4 ഭാഗം ഫിൽ ചെയ്യാം. ഈ കുപ്പിയുടെ 1/4 ഭാഗം നമുക്ക് വിനാഗിരി ഫിൽ ചെയ്യാം. അപ്പം ഈ കുപ്പിയുടെ 1/4 ഭാഗം നമ്മൾ വിനാഗിരിയിൽ ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർക്കിലേക്ക് കിടക്കാം. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം അതിലേക്ക് ബേക്കിംഗ് സോഡ അല്പം ഇടാം. അല്പം ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം ഇതൊന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് റോൾ ചെയ്തതിന് ശേഷം ഇതൊന്ന് മുകളിലേക്ക് മടക്കി ബാക്കി ഭാഗം കൂടി റോൾ ചെയ്തെടുക്കാം. ഇത് നമ്മൾ കുപ്പിയുടെ മുകളിൽ ടോപ്പ് അയച്ചതിന് ശേഷം അവിടെ ഇതിങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഷട്ടിലിൻ്റെ കോർക്കിൻ്റെ താഴത്തുള്ള അഗ്രഭാഗം എടുത്തതിന് ശേഷം കുപ്പിയുടെ മുകളിൽ കണക്ട് ചെയ്യാം. ഇനി അടുത്തതായി നമുക്ക് ഈ ബേക്കിംഗ് സോഡ നിറച്ച ടിഷ്യൂ ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഷട്ടിൽ കോർക്ക് അഗ്രഭാഗം ഇതിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. നല്ലവണ്ണം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ഇത് അടുത്തതായി അവിടെ ഒന്ന് തല തിരിച്ച് വെച്ച് നോക്കാം. പൊന്തുവന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ നേരത്തെ ഞങ്ങളത് വർക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിൽ നേരെ വെക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കൊന്തുന്ന തോന്നണേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ ഈ ചലഞ്ച് അക്സെപ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതുപോലെ ഞങ്ങളെ ടിക്ടോക്കിൽ ഒരു വീഡിയോ ചാനലുണ്ട്, അതും കൂടി ഉണ്ടാക്കുക. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ആ ടിക്ടോക്കിലെ വീഡിയോയിൽ ആദ്യം ഞങ്ങളതിൻ്റെ ഫസ്റ്റത്തെ ഭാഗം, അതായത് പ്രവർത്തിക്കുന്ന ആ ഭാഗം മാത്രമേ ഞങ്ങൾ ഇട്ടിരുന്നുള്ളൂ. ഇങ്ങോട്ട് ഞങ്ങളത് അതിനകത്ത് എങ്ങനെ ഉണ്ടാക്കുന്നതും കൂടി ഞങ്ങൾ ടിക്ടോക്കിൽ ഇടുകയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് പോയിക്കാണ്ട് ഫോളോ ചെയ്യുക. ഞങ്ങൾ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം കൂടി രണ്ടിലും കൂടി ഒന്ന് നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അബുലിനോടൊപ്പം ദിസ് ഇസ് ആഷിം സൈനിങ് ഓഫ്.